ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 34 റിവ്യൂ ആണ്. മൊത്തത്തിൽ ഒരു തണുത്ത അന്തരീക്ഷം ഹൗസിൽ. എൻ്റെ മാത്രം തോന്നലാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് മുന്നേ കൂട്ടി കണ്ട് രാവിലെ ബിഗ് ബോസ് ചെറിയ തല്ലുംപിടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ആക്ടിവിറ്റി കൊടുത്തിരുന്നു. അതും അങ്ങോട്ട് കത്തിയില്ല. പതിവ് വഴക്കുകളൊക്കെ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. ജാൻമണി നോറയ്ക്കിട്ട് ഒന്ന് ഓങ്ങി കിട്ടിയേനെമെന്ന് നോറ വിചാരിച്ചു. ഞാൻ ഓർത്ത് പുകഞ്ഞു എന്നുള്ളത്. പക്ഷേ നടന്നില്ല. നോറയ്ക്ക് കിട്ടിയില്ല. നോറയ്ക്ക് കിട്ടാതിരിക്കട്ടെ. കിട്ടിക്കഴിഞ്ഞാൽ നോറയൊന്നും ഇല്ല. ജാൻമണിയുടെ വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കൊടുത്തു എന്നുള്ളത്. പക്ഷെ കൊടുക്കില്ല. വീട്ടിൽ ഭയങ്കര സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇടയ്ക്ക് ജാൻമണി പറയും എന്നുണ്ടെങ്കിലും ജാൻമണി അങ്ങനെ പെട്ടെന്ന് ഇട്ടേച്ച് പോകാനായിട്ട് വന്ന ഒരു വ്യക്തിയല്ല. ഈ ജാൻമണിയെ കുറിച്ചിട്ട് ഹൗസിലും പുറത്തും നല്ല വിമർശനങ്ങളുണ്ട്. ജാൻമണി ആളുകളെ പേടിപ്പിച്ച് വിരട്ടിയാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു കണക്കിന് ശരിയാണ്. അവരെന്തിനാണ് എല്ലാ ആൾക്കാരും പേടിക്കുന്നത്? അവർ നോറയെ തല്ലാനായിട്ട് കൈ ഓങ്ങിയ സമയത്ത് അത് വലിയ പ്രശ്നമൊന്നും ആവുന്നില്ല. അവിടെയുള്ള മെയിൽ കണ്ടസ്റ്റൻറ്റ് വല്ലതും ആയിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ അത് നിൽക്കുമോ? ഇല്ല, ആർക്കും പ്രശ്നമില്ല. അതോ ഇനിയിപ്പോൾ നോറയോടായതുകൊണ്ടാണോ ആളുകൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്? എന്നിട്ട് ജാൻമണിയെ മാറ്റി നിർത്തി ഉപദേശിക്കുന്നു. പിന്നെയും അങ്ങനെ ചെയ്യാൻ പോവാവേ എന്നൊക്കെ ഋഷിയും അൻസിബയൊക്കെ ചോദിക്കുന്നു. ബിഗ് ബോസ് ഒരു ഫൈനൽ വാർണിംഗ് ജാൻമണിക്ക് കൊടുത്തു. ഈ പരിപാടി പറ്റില്ല, ഇനി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഫൈനൽ വാർണിംഗ് പിന്നെ ബിഗ് ബോസിൽ പലതവണ ആളുകൾക്ക് കിട്ടാറുണ്ട്. അത് പുതുമയുള്ളൊരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീടുള്ള പ്രധാനപ്പെട്ട സംഗതി ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ബാലറ്റൊക്കെ വെച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണം. സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. ഇതിനകത്ത് ബിഗ് ബോസ് കളിച്ച ഒരു കളി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാം എന്നുള്ളത് ആദ്യം പറഞ്ഞില്ല. ഓരോ ടീമും അവരുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക എന്നുള്ളത് ആദ്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ നെസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ സിവിനും ശ്രീരേഖ, ശ്രീതു, അൻസിബ എല്ലാം കൂടെ ശ്രീതുവിനെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ ജിൻഡോ ആണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഡെന്നിൽ നിന്ന് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നു. അപ്പോൾ ശ്രീതു തോൽക്കാനായിട്ടാണെങ്കിലും നിൽക്കാമെന്ന് വളരെ സന്തോഷത്തോടെ പറയുന്നു. ശ്രീതുവിന് അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്, ഏതെങ്കിലുമൊക്കെ വോട്ടുകൾ തനിക്ക് വന്നാലോ എന്നുള്ളത്. അതേപോലെ ഇനിയിപ്പം നമ്മുടെ ഡെന്നിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ജിൻഡോ ഉണ്ട്. ജിൻഡോ പല ഓഫേഴ്സ് അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചോളൂ, ഞാൻ നിങ്ങളുടെ ഏത് തരം തെറ്റും ഏത് തരം തോന്നിയാസവും അനുവദിച്ച് തന്നേക്കാം എന്നൊക്കെ ഉള്ളതാണ് ജിൻഡോയുടെ ഓഫർ. നോറയ്ക്ക് ജിൻഡോനെ നിർത്താൻ തീരെ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ പല കാര്യങ്ങളും നോറയുടേത് വളച്ചൊടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോറ എപ്പിസോഡിൽ പറയുന്നത് കേട്ടില്ലേ, ജിൻഡോ അമ്മയെക്കുറിച്ചിട്ട് പറഞ്ഞത് വോട്ടിന് വേണ്ടിയാണോ എന്നുള്ളതല്ല നോറ ചോദിച്ചത്, അത് ജിൻഡോ വളച്ചൊടിച്ചതാണ്. നമുക്ക് അറിയില്ല, ഞാനത് മറന്നുപോയി ആ ഒരു സംഭവമൊക്കെ. നോറ എപ്പോഴും ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഗെയിം കളിക്കുന്നത്. അൻസിബ അങ്ങനെയാണ്. പണ്ട് ഏതോ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിൻഡോയെ ക്യാപ്റ്റൻ ആക്കേണ്ട എന്ന ആഗ്രഹമുള്ള ഒരേ ഒരു വ്യക്തി നോറയാണ്. പവർ ടീമിൽ നിന്ന് ഗബ്രിയാണ് നിർത്തുന്നത്. റസ്മിൻ നിൽക്കും എന്നുള്ള ഒരു ചിന്ത മറ്റ് ചില ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഗബ്രിയാണ് നിർത്തുന്നത്. അങ്ങനെ നിർണയിച്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു വേളയെത്തി. ശ്രീതു പറയുന്നതിന് മുൻപ് ശ്രീരേഖ ചാടി എഴുന്നേറ്റ് നിന്നു. എനിക്ക് ആ ഗെയിം തീരെ മനസ്സിലായില്ല. അപ്പം ശ്രീരേഖ പറയുന്നത് ഞാനൊരു നന്മകരല്ലേ, ശ്രീതു അങ്ങനെ തോൽക്കാൻ വേണ്ടി നിൽക്കേണ്ട ഒരാളാണോ, അങ്ങനെ ഒരു ടോണിലാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങ് എഴുന്നേറ്റ് നിന്നാണ്, ഞാൻ ചാവേറായതാണ്, ഞാൻ വിശ്വസിച്ചു. അതേപോലെ ഗബ്രി എഴുന്നേപ്പിച്ച് നിർത്തി. പവർ ടീമിൻ്റെ സെലക്ഷനാണ്, നിലവിലത്തെ പവർ ടീമിൻ്റെ സെലക്ഷനാണ്. പിന്നെ ജിൻഡോ എല്ലാ ആളുകളുടെ സപ്പോർട്ടോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞപ്പോഴത്തേന് ശ്രീതു ചാടി എഴുന്നേറ്റും. സിബിൻ ഒന്നാമത്തെ ഗ്രൂപ്പിൽ നിന്ന് ശ്രീരേഖയുടെ ഗെയിം ചേഞ്ചിങ് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ശ്രീതു ചാടി എഴുന്നേൽക്കുന്നത്. സിബിൻ ആഗമത്തത്തിൽ സ്തബ്ധനായിപ്പോയി. അതേപോലെ തന്നെ നന്ദനയും അബിയും എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അബി ഗെയിം എന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുന്നേറ്റ് നിന്നത്. നന്ദന വെറുതെ എഴുന്നേറ്റ് നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. വോട്ട് കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് നന്ദന പ്ലേറ്റ് തിരിച്ചു. ശ്രീരേഖയും ജിൻഡോയ്ക്കാണ് എല്ലാ ആളുകളും വോട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേന് ശ്രീരേഖയുടെ വോട്ടും ജിൻഡോയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഉണ്ടായില്ല. ഈ പ്രസനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഭയങ്കര ആവറേജ് ആയിരുന്നു. എപ്പിസോഡ് റിവ്യൂയിലേക്ക് എന്നും പോകുന്നത് പോലെ പോകാനുള്ള സ്റ്റഫില്ല, എന്നാലും പോയേക്കാം. രാവിലെ മറ്റേ അസംബ്ലി പരിപാടിയിൽ എന്നും നടക്കാറുള്ള സംഭവം. അൻസിബ പങ്കെടുക്കുന്നില്ല. അപ്പം അപ്സരയ്ക്ക് ഒരു പിണക്കം, പവർ ടീമിന് മൊത്തത്തിലൊരു നാണക്കേട്, അൻസിബയുടെ ആ ഒരു നിസ്സഹകരണം. അപ്പോൾ അൻസിബ അപ്സര തമ്മിലുള്ള ഒരു പ്രശ്നമൊക്കെ കുറച്ചും കൂടെ അൻസിബയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കാനായിട്ട് സിബിന് പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം സിബിനോട് ഒരു ഡിസ്റെസ്പെക്റ്റ് അപ്സര കാണിച്ചത് കൊണ്ടുണ്ടായതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിലും സിബിൻ പറയുകയുണ്ടായി, അപ്സര പുറത്തുനിന്ന് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, എന്നാൽ ഇവിടെ വന്നപ്പോഴത്തേന് അപ്സര ഗെയിം പിന്നിൽ നിന്നാണ് കളിക്കുന്നത്. ഇപ്പം ഒരു അൺഫെയർ ഗെയിം കളിക്കുന്ന സമയത്ത് അത് പറഞ്ഞിട്ട് കളിച്ചാൽ കുഴപ്പമില്ല, അത് കളിച്ചിട്ട് ഒരു നല്ല പിള്ള ചമയൽ അപ്സരയ്ക്കുണ്ട്, അത് തനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അപ്പോൾ അപ്സര ഇരിക്കുന്ന പൊസിഷനിലേക്ക് എത്താൻ താല്പര്യമില്ല എന്നൊക്കെ അദ്ദേഹം മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞിരുന്നു. ആക്ടിവിറ്റി ഞാൻ മുന്നേ മെൻഷൻ ചെയ്ത മോർണിംഗ് ആക്ടിവിറ്റി, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറയാം. അതിനകത്ത്
ഗബ്രി ജാസ്മിനെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പം ജാസ്മിനെ എല്ലാ ആൾക്കാരും ഒറ്റപ്പെടുത്തുകയാണ്, ജാസ്മിന് ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്, ജാസ്മിൻ സ്ട്രോങ് ആയതുകൊണ്ടാണ് അതൊക്കെ സഹിക്കുന്നത്. എൻ്റെ പൊന്നു, ഞാനൊക്കെ ആ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട്. അതേപോലെ തന്നെ അപ്സരയെക്കുറിച്ചിട്ട് പല ആളുകൾ പറയുന്നുണ്ട്. ശ്രീതു പറയുന്നുണ്ട് അപ്സര സ്പേസ് എടുക്കുന്നു. അൻസുബ പറയുന്നു മറ്റുള്ള ആളുകളുടെ സ്പേസ് എടുക്കുന്നുണ്ട് അപ്സര. ഋഷി അപ്സരയെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നോറ പറയുന്നത് ജാൻമണിയാണ്. നോറ ജാൻമണിയെ പറയുമെന്നും അൻസിബ അപ്സരയെ പറയും എന്നുള്ളതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് അറിയാവുന്ന ഒരു സംഗതിയാണല്ലോ. ജാസ്മിൻ വന്ന് അൻസിബയാണ് പറയുന്നത്. നമ്മളാണ് സ്പേസ് ഉണ്ടാക്കേണ്ടത്. മറ്റൊരാൾ വന്ന് സ്പേസ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അയാളുടെ മെടുക്ക്. അപ്പോൾ അത് ജാസ്മിൻ പറഞ്ഞ ആ ഒരു പോയിന്റിനകത്തൊരു ക്ലാരിറ്റി എനിക്ക് ഫീൽ ചെയ്തു. സിബിൻ പറയുന്നത് അപ്സരയാണ്. അത് ആ പിന്നിൽ നിന്ന് കളിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അബി പറയുന്നത് സിബിനെയാണ്. സിബിൻ പാട്ടൊക്കെ പാടും എന്നുണ്ടെങ്കിലും ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന ആൾക്കാരെ വീണ്ടും ഡൗൺ ആക്കിയ ഒരു ഗെയിമാണ് സിബിൻ കളിക്കുന്നത്. പിന്നെ അഭിഷേക് പറയുന്നത് അബിയാണ്. അബിയെ അന്ന് ട്രിഗർ ചെയ്തു, അത് തെറ്റായിപ്പോയി. പക്ഷേ അബി പിന്നീട് തന്നെ പലതരത്തിൽ ഉപദ്രവിക്കുന്നുണ്ട്. സ്ത്രീവിരുദ്ധത തന്നിലുള്ളത് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അത്തരത്തിലുള്ള ചില പരിപാടികൾ. ശ്രീരേഖ ഗബ്രിയെ പറയുന്നു. ഇതായിരുന്നു പ്രധാനപ്പെട്ടതായിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം നോറ ജാൻമണി തമ്മിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പം ഈ നോറ ജാൻമണിയെ കുറിച്ചിട്ട് പറഞ്ഞത് നമ്മുടെ ജാൻമണിയെ ട്രിഗർ ചെയ്തു. അപ്പോൾ ജാൻമണി പ്രൊവോക്ഡായി നോറയോട് തട്ടിക്കയറി. നോറ അപ്പോഴത്തേന് കൈ ചൂണ്ടി നല്ല രീതിയിൽ തിരിച്ച് സംസാരിച്ചു. നോറ സംസാരിക്കേണ്ട കാര്യങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ, ഒന്നും മോശമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. ജാൻമണി അപ്പോഴത്തേന് പൊട്ടിത്തെറിച്ച് അങ്ങോട്ട് ചാടി തല്ലാൻ ഓങ്ങി. ഭയങ്കര ബോറ് പരിപാടിയാണ് അവർ കാണിക്കുന്നത്. ജാൻമണിയുടെ ക്യാരക്ടർ ടോട്ടലി വേസ്റ്റായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. റസ്മിൻ ഹൗസിലേക്ക് തിരിച്ചു വരുന്നത് നമ്മളിന്ന് കണ്ടിരുന്നു. അപ്പോൾ റസ്മിൻ വന്ന സമയത്ത് നോറയ്ക്ക് വലിയ സന്തോഷമായി. നോറയ്ക്ക് തൻ്റെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനായിട്ട് ഒരാളില്ലാതെ ഇരിക്കുകയായിരുന്നു. ഈ എപ്പിസോഡിൻ്റെ അവസാനം റസ്മിൻ അതേപോലെ തന്നെ ശ്രീതു അർജുൻ തമ്മിലുള്ള എന്തോ ഒരു കോൺവെർസേഷൻ എനിക്ക് മനസ്സിലായില്ല. വൈകിട്ട് ഞാനൊരു സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, മറ്റേ വർഷങ്ങൾക്ക് ശേഷം. ആ ഒരു സമയത്ത് നടന്നതാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് വന്നിപ്പോൾ അധികം ആയില്ല. അപ്പം ഈ കോൺവെർസേഷൻ്റെ ഇടയിൽ എന്തോ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഇവർ രണ്ടും രണ്ട് ഗ്രൂപ്പിലൊക്കെ ആണല്ലോ. പഴയ ആ ഒരു ഫാമിലി വൈബ് അല്ല ഇപ്പോൾ. ഈ സിബിനൊക്കെ വന്നപ്പോഴത്തേനും മൊത്തത്തിൽ ഈ ആളുകൾ തമ്മിലുള്ള ബന്ധമൊക്കെ മാറിയിട്ടുണ്ട്. സീക്രട്ട് ഏജൻ്റ് ആണെന്നുണ്ടെങ്കിൽ ജിൻഡോയുമായിട്ട് ലവ് ട്രാക്ക് ആണോ എന്ന് വരെ നോറ ചോദിക്കുകയുണ്ടായി. കാരണം ആ ഒരു രീതിയിലാണ് സീക്രട്ട് കളിക്കുന്നത്. സീക്രട്ട് ഏജന്റിനെ പോലുള്ള ആളുകൾ നമ്മൾ മുൻപൊക്കെ ഗെയിമിൽ കാണുന്നത് പോലെ ഒരു ഹീറോയുടെ പിറകിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് ഫാൻസിനെ വലിയ രീതിയിൽ നിരാശപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇതിനുശേഷം സ്ഥാനാർത്ഥി നിർണയം, സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഏതായാലും ഇലക്ഷനിൽ ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്നുള്ളതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ അബിക്കാണ് വോട്ട് ചെയ്യുന്നത്, ഋഷി ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നു, അഭിഷേക് ശ്രീകുമാർ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നു, പൂജ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നു, ജാൻമണി ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നു, ശരണ്യ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നു, റസ്മിൻ ഗബ്രിക്കാണ് വോട്ട് ചെയ്യണത്. ഗബ്രിക്ക് തന്നെ തൻ്റെ വോട്ട് കൊടുക്കുന്നു. അർജുൻ ഗബ്രിക്ക് വോട്ട് കൊടുക്കുന്നു. സായി ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കുന്നു. ജിൻഡോയെ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നു. അബിക്ക് തന്നെയാണ് വോട്ട് കൊടുക്കുന്നത്. ഇൻഡിവിജ്വൽ ഗെയിമറാണേ എന്നൊക്കെ അബി പറയുന്നുണ്ട്. അൻസിബ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നു. സിബിൻ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നു. ശ്രീതു ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് വോട്ടിങ്ങിൽ നടന്ന സംഭവങ്ങൾ. അങ്ങനെ സ്വാഭാവികമായിട്ടും ജിൻഡോ വിജയിച്ചിരിക്കുകയാണ്. അതിനുശേഷം അബി അദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണ്. ബിഗ് ബോസിൽ വരുന്ന എല്ലാവരുടെയും പേരൻസിനൊക്കെ ഒരേ തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. ഡൊമസ്റ്റിക് വയലൻസ് സ്ഥിരമായിട്ട് ആളുകൾ പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഏത് 5 പേരുടെയും കഥയെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 3 ആൾക്കാരുടെ വീട്ടിലും ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല സമൂഹത്തിന് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുൻപുള്ളതാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും എല്ലാ ആളുകൾക്കും, കുട്ടികൾക്കും ചൈൽഡ്ഹുഡ് ട്രോമയിൽ ഇതിന് വലിയ സ്ഥാനമൊക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. അബിയും ജിൻഡോയും തമ്മിലുള്ള ഒരു ഇഷ്യൂ രാവിലെ ഉണ്ടായിരുന്നു, ഒരു ടച്ചുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ. ഇപ്പോൾ ഗബ്രി മുന്നേ തന്നെ ഇത് പറഞ്ഞിരുന്നു. ഗബ്രി പറഞ്ഞ ആ ഒരു കാര്യത്തെ ബിഗ് ബോസ് കണക്കിലെടുത്തില്ല. അതുകൊണ്ട് ഗബ്രി പറയുന്നതിനകത്ത് ഒരു ലോജിക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷ്വലുകൾ പരിശോധിച്ച് അവർ ആക്ഷൻ എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഗബ്രി പറഞ്ഞു എന്നുള്ളത് നമുക്ക് വിട്ടേക്കാം. എന്നാലും പല ആളുകളും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ശരണ്യ പറഞ്ഞിരുന്നു, ഇന്ന് അബിയാണ് പറഞ്ഞത്, രാത്രി കിടക്കുന്ന സമയത്ത് ജിൻഡോ കൈ പിടിച്ചെന്നോ അത് എടുത്ത് മാറ്റി പിന്നീട് വീണ്ടും വെച്ചെന്നോ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് നീ ശക്തമായിട്ട് റിയാക്ട് ചെയ്യണമെന്നൊക്കെ നോറ പറയുന്നുണ്ട്. ജിൻഡോയെ തീരെ അങ്ങോട്ട് പറ്റണില്ല നോറയ്ക്ക്. ജിൻഡോ ശരിക്കും പറഞ്ഞാൽ നോറയെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ജിൻഡോയുടെ കാലിൽ പറ്റിയ ഒരു ചൂയിങ്കത്തിൻ്റെ വില മാത്രമേ പലപ്പോഴും നോറയ്ക്ക് ജിൻഡോ നൽകുന്നുള്ളൂ. ജിൻഡോ എല്ലാവരെയും എതിരാളികളായിട്ടാണ് ഗെയിമിനെ നോക്കിക്കാണുന്നത്. ഇതിനുശേഷം സ്പോൺസേഡ് ടാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അറ്റംബർഗ് ഫാനിൻ്റെ സ്പോൺസേഡ് ടാസ്ക്. എല്ലാവരും നല്ല രസകരമായിട്ടുള്ള ചില പെർഫോമൻസുകളൊക്കെ കാഴ്ചവെച്ചു. അതിപ്പോൾ ഒരു ഗെയിം അല്ലാത്തതുകൊണ്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നില്ല. കാരണം പലതരത്തിലുള്ള പെർഫോമൻസുകളുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ സിനിമകളിലെ ചില ഡയലോഗുകളൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുകളൊക്കെ നിറഞ്ഞാടിയ പെർഫോമൻസുകളായിരുന്നു. അഭിഷേക് ശ്രീകുമാറും ശ്രീരേഖയൊക്കെ
പല വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തു. പാട്ടും ഡാൻസും ഒക്കെ ആയി പോയ ഒരു പരിപാടി. ജിൻഡോയുടെയൊക്കെ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അത് മൊത്തത്തിൽ നൈസായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഇന്ന് ലക്ഷറി വസ്തുക്കൾ വരികയുണ്ടായി. ഇപ്പോൾ പവർ ടീം അത്യാവശ്യം അവർക്കുള്ളതെല്ലാം എടുത്തിട്ട് ബാക്കിയുള്ള ആളുകളിലേക്ക് ചെറുതായിട്ട് റേഷൻ പോലെ അത് വിതരണം ചെയ്യുന്നത് കണ്ടിരുന്നു. പല ആളുകൾക്കും അതൊരു വലിയ റിലീഫായിരുന്നു. പിസ്സ, ബർഗർ, കേക്ക് പോലെയുള്ള സാധനങ്ങളൊക്കെ പല ആളുകളും കഴിക്കുന്നതൊക്കെ എപ്പിസോഡിൽ കണ്ടിരുന്നു. ഇതൊക്കെയാണ് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 34 കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. നന്ദി.